നിലമ്പൂർ മുൻ MLA PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അനധികൃത സ്വത്ത് സമ്പാദ കേസിലാണ് ചോദ്യം ചെയ്തത്. ED കൊച്ചിയിൽ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പാ തട്ടിപ്പ്, ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തൽ, അനധികൃത സ്വത്ത് വർധനവ് തുടങ്ങിയ കേസുകളാണ് അൻവറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബാഗിന് ഭാരം കുറയ്ക്കാനും ബാക്ക് ബെഞ്ചസ് ഇല്ലാത്ത ക്ലാസ് മുറികൾ സൃഷ്ടിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കരട് റിപ്പോർട്ട് അംഗീകാരം നൽകിയതായി മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്ത റിപ്പോർട്ട് SCRTക്ക് വെബ്സൈറ്റിൽ ലഭ്യമാകും. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനുവരി 20 വരെ അറിയിക്കാം. വിവാദ പരാമർശത്തിൽ AK ബാലനെ വിമർശിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കൾ നടത്തുന്ന പ്രസ്താവനയിൽ ജാഗ്രത വേണം. നേരത്തെയും നേതാക്കൾ നടത്തിയ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതായി സംഘടിപ്പിച്ച ദേശീയതല മത്സരത്തിൽ കേരളത്തിലെ തൃശൂരിൽ നിന്നുള്ള അരുൺ ഗോകുലം 1ാം സ്ഥാനം കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് നടന്ന UIDAI ചടങ്ങിൽ ചെയർമാൻ നീലകണ്ഠൻ മിശ്ര ഔദ്യോഗികമായി ചിഹ്നം അനാവരണം ചെയ്യുകയും വിജയികളെ അഭിനന്ദിക്കുകയും ചെയ്തു. CPM പ്രവർത്തകൻ തലായ് ലതീഷ് വധക്കേസിൽ കുറ്റക്കാരായ 7 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തര തടവും 1,40,000 രൂപ പിഴയും. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെയാണ് വിധി. വകുപ്പുകളിലായി 35 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്.